നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. 80s-ലും 90s-ലും ഉള്ള എല്ലാവർക്കും വളരെ നൊസ്റ്റാൾജിയ ഉള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുറച്ച് കൂട്ടാനും ചോറും ഇലയും എല്ലാം തയ്യാറാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒഴിച്ചുകറിയായിട്ട് പഴുത്ത മാങ്ങ പുളിശ്ശേരി, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, മീൻ വറുത്തത്, വാഴക്കൂമ്പും തുമരയും കൂടെ തോരൻ, കടുമാങ്ങ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളിയൊക്കെ കടുവ് വറുത്ത് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറ്, പാവയ്ക്ക മെഴുക്കുവരട്ടി. സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഈ പൊതിച്ചോറ് കൊണ്ടുപോകും. രാവിലെ കൊണ്ടുപോയി കഴിഞ്ഞ് 1 മണിയാകുമ്പോഴത്തേക്ക് എപ്പോഴാണ് ഇതൊന്ന് തുറക്കുന്നത്, എപ്പോഴാണ് ഇതൊന്ന് കഴിക്കുന്നത് എന്നുള്ള ആ ഒരു ആകാംക്ഷയാണ്. ആ വാഴയില തുറക്കുന്നുടനെ ഒരു മണവും വാഴയില വാടിയതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കൂടി ഒരു വളരെ സന്തോഷവും ഇഷ്ടവും തോന്നുന്ന ഒരു ഫീലാണ്. ഇന്ന് നമുക്ക് അതൊന്ന് തയ്യാറാക്കാം. നിങ്ങൾ കുറേ ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഇന്നാണ് അതിന് സമയം തോന്നുന്നത്. നമുക്ക് പൊതി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇല എടുത്തിട്ടുണ്ട്. ഇലയിലോട്ട് നമുക്ക് ചോറിടാം. ചോറിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒതുക്കി കൊടുക്കണേ. ഇങ്ങനെ ഒതുക്കി അത് കഴിഞ്ഞ് ചമ്മന്തി വെക്കാം. ഇനി വാഴക്കൂമ്പ് തോരൻ, കടുമാങ്ങ. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നേരത്തെ ഇതുപോലെ പൊതിച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിൻ യാത്രയ്ക്കൊക്കെ പൊതിച്ചോറ്, ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി, പാവയ്ക്ക മെഴുക്കുവരട്ടി, കടുമാങ്ങായി പുളിശ്ശേരിയോ മോരോ എന്തെങ്കിലും ഒന്ന് എടുക്കുമായിരുന്നു. അതിൻ്റെ പോലും ആവശ്യമില്ല, എന്നാലും എടുക്കുമായിരുന്നു. ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു. ഇനി നമുക്കൊരു കഷ്ണം മീൻ വറുത്തത് വെച്ച് കൊടുക്കാമേ. അത് ഇലയ്ക്കകത്താണ് വെക്കുന്നത്, കാരണം മീൻ അങ്ങ് തണുത്തും പോകും. അതിൻ്റെ ഉള്ളിൽ ചോറിനകത്ത് വരും. അതിന് മീന് വെച്ചു. ഇനി നമുക്ക് ഇലയങ്ങ് പൊടിയാം. നല്ല ഒതുക്കി പൊതിയുന്നേ. എനിക്ക് അത്രയൊന്നും അറിയത്തില്ല. ഒരു പൊതി റെഡിയായി. ബാക്കിയുള്ള 2 പൊതിയും കൂടെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുവരാമേ. നമ്മുടെ 3 പൊതി തയ്യാറായി. പഴുത്ത മാങ്ങ പുളിശ്ശേരി വേണ്ടവർക്ക് പഴുത്ത മാങ്ങ പുളിശ്ശേരി എടുക്കാനായിട്ട് തയ്യാറാക്കി വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ സംഭാരം, ചൂടുകാലത്ത് സംഭാരം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും, ചൂടിൽ നിന്നൊരു രക്ഷ കിട്ടും. ഇപ്പം സമയം 11:30 ഇനി 1 മണിയാവുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പാണ് ഈ പൊതിച്ചോറൊന്ന് തുറക്കാനായിട്ട്. നമുക്കന്നേരം ഇനി 1 മണിയാവുമ്പോഴത്തേക്ക് കാണാം. പൊതിച്ചോറ് തുറന്നു, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഞങ്ങളൊന്ന് കഴിക്കട്ടെ. എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് പൊതിച്ചോറ് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കാലത്തെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ പറ്റും. അതെ.